മലയാള സിനിമയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കഥാപാത്രമാണ് ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടി. ജോർജ് കുട്ടി ഒരു നായകനാണോ, അതോ വില്ലനാണോ, അതോ ആൻറ്റി ഹീറോയാണോ? നമുക്ക് ഇതിലേത് ഗണത്തിൽ ജോർജ് കുട്ടിയെ പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പില്ല. ആക്സിഡൻ്റലായി സംഭവിച്ച ആ കൊലപാതകം അത് നിയമത്തിൻ്റെ മുന്നിൽ ജോർജ് കുട്ടിയും കുടുംബവും കീഴടങ്ങുകയായിരുന്നെങ്കിൽ ഇപ്പോഴേക്കും ആ കുടുംബം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തമാക്കപ്പെടുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ ജോർജ് കുട്ടിയുടെ അമിതമായ പാരൻ്റൽ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ആ കുടുംബത്തെ ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത കെണിയിലും അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള മാനസിക സമ്മർദ്ദത്തിലുമാണ് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ജോർജ് കുട്ടിയുടെ കുടുംബം രക്ഷിക്കാൻ എന്തും ചെയ്യാമെന്നുള്ള ന്യായീകരണത്തോടെ അയാൾ സമൂഹത്തെയും സമൂഹത്തിലെ നിയമങ്ങളെയും വെല്ലുവിളിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജോർജ് കുട്ടി ഒരു അസാമാന്യ ബുദ്ധിശക്തിയുള്ള, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള, ഒന്നിനോടും ഒരു അനുതാപമില്ലാത്ത ഒരു സാധാരണക്കാരനായ അസാധാരണ മനുഷ്യനാണ്. ദൃശ്യമെന്ന ആ സിനിമയിലെ ജോർജ് കുട്ടിയുടെ പെരുമാറ്റത്തെ ആധാരമാക്കി അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ വിശകലനം ചെയ്താൽ അദ്ദേഹം ഒരു കടുത്ത ഒരു മനോരോഗിയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംശയിക്കാനുള്ള കുറേ കാരണങ്ങളെയാണ് നാം ഇന്ന് ഇവിടെ അപഗ്രഥിക്കുന്നത്. വികാരങ്ങളെ കൃത്യമായി ഒതുക്കാനുള്ള കഴിവ് ഇത് ജോർജ് കുട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. തൻ്റെ മകൾ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും തൻ്റെ കുടുംബമാകെ സംശയത്തിൻ്റെ മുനയിലാണെങ്കിലും ജോർജ് കുട്ടി തികച്ചും സാധാരണമെന്ന പോലെയാണ് പുറത്ത് പെരുമാറുന്നത്. ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആഘാതം ജോർജ് കുട്ടി ഒരിക്കലും തന്നെ പുറത്ത് കാണിക്കുന്നേയില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സംഘർഷത്തിലും തികച്ചും ശാന്തമായാണ് ജോർജ് കുട്ടി പെരുമാറുന്നത്. മറ്റൊന്നുള്ളത് കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്ലാനിംഗ് ആണ്. അത് ഒരു ദീർഘകാലത്തേക്കുള്ള പ്ലാനിംഗ് ആണ്. കോടതി നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വിട്ടിട്ട് പോലും ജോർജ് കുട്ടി കേസുമായി ബന്ധപ്പെട്ട തൻ്റെ പ്ലാനിംഗ് തുടരുകയാണ് ചെയ്യുന്നത്. കേസ് വിട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും അത് കുത്തിപ്പൊക്കി വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സാധ്യതകളെ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് നേരത്തെ തന്നെ പ്രതിരോധം തീർക്കുക ചെയ്യുന്നുണ്ട് ജോർജ് കുട്ടി. വളരെ കൃത്യമായ പ്ലാനിംഗ് മാത്രമല്ല, സൂക്ഷ്മമായി അത് നടപ്പാക്കാനും ജോർജ് കുട്ടി അതീവ ശ്രദ്ധാലുവാണ്. തെളിവ് നശിപ്പിക്കലും തെളിവുകൾ ഉണ്ടാക്കലും പോലീസിൻ്റെ അന്വേഷണ രീതികളെ മുൻകൂട്ടി പഠിച്ചുകൊണ്ട് അതിനനുസരിച്ച് പുതിയ തെളിവുകൾ ഉണ്ടാക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ജോർജ് കുട്ടി വിജയം കണ്ടെത്തുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ മനസ്സിനുമപ്പുറം അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യൻ്റെ ചെയ്തികളായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയൂ. പ്രധാനപ്പെട്ട മറ്റൊന്ന് ജോർജ് കുട്ടിയിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലുമില്ല എന്നുള്ളതാണ്. കൊല്ലപ്പെട്ട പയ്യൻ്റെ അച്ഛനും അമ്മയോടും യാതൊരു തരത്തിലുള്ള ഒരു അനുതാപം പോലും ജോർജ് കുട്ടിയുടെ മനസ്സിലില്ല. ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്ന വിശ്വാസമാണ് ജോർജ് കുട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. മറ്റൊന്നുള്ളത്, ജോർജ് കുട്ടി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കുകയാണെങ്കിലും താൻ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി അദ്ദേഹത്തിന് 100% ന്യായീകരണവുമുണ്ട്. എൻ്റെ കുടുംബമാണ് എനിക്ക് വലുതെന്നും തൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി താൻ എന്തും ചെയ്യുമെന്ന ഒരു ചിന്താഗതിയാണ് ജോർജ് കുട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ എൻ്റെ കുടുംബം എന്നത് ജോർജ് കുട്ടിയുടെ തികച്ചും സ്വകാര്യമായ കാര്യമാണ്. എന്നാൽ സമൂഹത്തിൻ്റെ നൈതികത അതിൽ നിന്നും വ്യത്യസ്തമാണ്. താൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് എന്നുള്ള വാദം അദ്ദേഹം തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നുമുണ്ട്. മറ്റൊന്നുള്ളത്, സർവത്ര കള്ളങ്ങൾ കൊണ്ടാണ് ജോർജ് കുട്ടി സത്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്. കള്ളം പറയുകയും ചെയ്യുകയും മാത്രമല്ല, അവയെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ജോർജ് കുട്ടിക്കുണ്ട്. അങ്ങനെ കള്ളങ്ങളുടെ പോലീസിനെയും ജനങ്ങളെയുമെല്ലാം ജോർജ് കുട്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. അതിൽ അദ്ദേഹം വിജയിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും കൊലപാതകം നടന്ന ദിവസം താനും കുടുംബവും ഇവിടെ ഇല്ലായിരുന്നുവെന്നും ധ്യാനം കൂടാൻ പോയതാണെന്നുമുള്ള ആ കള്ളം മറ്റ് പല കള്ളങ്ങളും ചേർത്ത് വെച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെയും പോലീസിൻ്റെയൊക്കെ മുന്നിൽ അത് സത്യമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്.
മറ്റുള്ളവരുടെ ഓർമ്മയെയും മറവിയെയും അശ്രദ്ധയും എല്ലാം ചേർത്തുകൊണ്ട് കള്ളങ്ങൾ കൊണ്ട് അവരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി മറ്റൊരു കള്ളത്തെ സത്യമാക്കി മാറ്റുന്ന അതിതീവ്രമായ ഒരു ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യനാണ് ജോർജ് കുട്ടി. ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ അയാൾക്ക് പ്രേരകമാകുന്നത് അയാൾ കണ്ട സിനിമകളുമാണ്. ഇങ്ങനെ സിനിമകളിൽ നിന്ന് ലഭിക്കുന്ന സിനിമാറ്റിക് അറിവാണ് അയാൾ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. തൻ്റെ കുടുംബത്തെയും ഭാര്യയും മക്കളെയും പറ്റിയെല്ലാം അയാൾ പറയുന്നുണ്ടെങ്കിലും ജോർജ് കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് അയാൾ ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയ മനുഷ്യനാണെന്ന് മനസ്സിലാവും. ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കുമൊക്കെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അയാൾ ഒരിക്കലും തന്നെ ജോർജ് കുട്ടിയെപ്പോലെ പെരുമാറുകയില്ല. മകൾ ചെയ്ത ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ചുകൊണ്ട് വാദിച്ച് കുറ്റവിമുക്തനാവാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അങ്ങനെയേ അയാൾക്ക് ആ കുടുംബത്തെ ശാശ്വതമായി രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിന് തയ്യാറാവാതെ തൻ്റെ കുടുംബത്തെ നിയമത്തിൻ്റെ മുന്നിൽ വിട്ടുകൊടുക്കില്ല എന്ന വാശിയോടുകൂടി അയാൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അയാൾ ആ കുടുംബത്തെ എത്തിക്കുന്നത് ഒരു കാലത്തും രക്ഷപ്പെടാൻ കഴിയാത്ത കടുത്ത സമ്മർദ്ദങ്ങളിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെയാണ്. ഒരു യഥാർത്ഥ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ കുടുംബത്തോടും ഭാര്യയോടും മക്കളോടുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല. മറ്റൊന്നുള്ളത് തന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസം അയാളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസം എന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിനും അപ്പുറം അതിൻ്റെ സീമകളെല്ലാം ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിയിട്ടുണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നാം. സാധാരണഗതിയിൽ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ പേരൻ്റൽ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവാറുണ്ട്. മക്കളുടെ തെറ്റുകളൊക്കെ പൊറുക്കുക, അത് തെറ്റുകൾ ചെയ്താലും അവരെ ഗുണദോഷിക്കാതിരിക്കുക, അങ്ങനെയെല്ലാ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ പല മാതാപിതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്. അതിനൊക്കെ അപ്പുറം അതിൻ്റെ എല്ലാ ലിമിറ്റും കടന്നുകൊണ്ടുള്ള ഒരു ഓവർ പേരൻ്റൽ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റാണ് ജോർജ് കുട്ടിയിൽ കാണുന്നത്. മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി താൻ ചെയ്യുന്നതെല്ലാം മക്കൾക്ക് ഗുണകരമാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. കുട്ടികൾക്ക് ഇതുമൂലമുണ്ടായ ട്രോമയെല്ലാം അയാൾ കാണുന്നുണ്ടെങ്കിലും അതൊന്നും അയാളെ അലോസരപ്പെടുത്തുന്നതായി കാണുന്നുമില്ല. അങ്ങനെ തൻ്റെ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് ആ കുടുംബത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെ തിരിച്ചറിയാതെ വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്ന ജോർജ് കുട്ടിയെയാണ് നാം കഴിഞ്ഞ ദൃശ്യം 1-ലും 2-ലും കണ്ടിട്ടുള്ളത്. ഇനി വരാനുള്ളത് ദൃശ്യം 3-ആണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. ജോർജ് കുട്ടി വീണ്ടും നിയമത്തെ കബളിപ്പിച്ചുകൊണ്ട് തൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ട് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ ഈ സിനിമ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കൊന്നും ഉറപ്പിക്കാം, ഈ സിനിമയ്ക്ക് ഒരിക്കലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അതാണ് ആ സിനിമയുടെ കാവ്യനീതി. ദൃശ്യം 3-ലൂടെ ജോർജ് കുട്ടിയുടെ കഥ അവസാനിക്കുമ്പോൾ കുടുംബമാണ് ഏറ്റവും വലുതെന്നും കുടുംബത്തെ രക്ഷിക്കാൻ എന്തും ചെയ്യാമെന്നുമുള്ള വിപൽക്കരമായ സന്ദേശമായിരിക്കരുത് ആ സിനിമ ജനങ്ങളിൽ എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റു സിനിമകളിലെ മോഹൻലാൽ കഥാപാത്രങ്ങളെപ്പോലെ എല്ലാറ്റിലും വിജയിച്ചു നിൽക്കുന്ന ഒരു ജോർജ് കുട്ടിയിൽ ഈ സിനിമ അവസാനിക്കരുത്. നിയമത്തിൻ്റെ മുന്നിൽ ജോർജ് കുട്ടിയും കുടുംബവും കീഴടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തിയ കുടുംബം മറ്റ് ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോഴോ മാത്രമേ ദൃശ്യം എന്ന ആ സിനിമ കാവ്യനീതി കൈവരിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.